ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പാഠപുസ്തകം ബൈബിളാണ്. ബൈബിളിലെ സത്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ പ്രായോഗിക ജീവിതത്തിനും എല്ലാം ആധാരമായിട്ട് ഇരിക്കുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്, എന്താണ് നമ്മുടെ ചിന്ത, എന്താണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആശയങ്ങൾ. വേറൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ തത്വശാസ്ത്രം എന്താണ് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് കൊടുക്കാനുള്ള ഉത്തരം അത് ബൈബിളാണ്. നമ്മുടെ ജീവിതത്തിന്റെ ആ തത്വശാസ്ത്രം. ഈ പാഠപുസ്തക പ്രകാരമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ അത് ബൈബിളിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് മുറുകെ പിടിക്കുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കാത്തത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അപ്പോഴും നമുക്ക് പറയാനുള്ളത് അത് ബൈബിളിൽ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ എന്താണ്, നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ ജീവിതത്തിനും അടിസ്ഥാനമായിരിക്കുന്നത് ദൈവവചനമാണ്. ദൈവവചനമായിരിക്കുന്ന ബൈബിളാണ്. ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ മാർഗദർശിയായിട്ട് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്നാനമേൽക്കാനായിട്ട് വരുമ്പോഴും ക്രിസ്തീയ വിശ്വാസത്തിലേക്കും വന്നപ്പോഴും നമ്മൾ സ്നാനത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും സ്നാനത്തെപ്പറ്റി ബൈബിൾ എന്താണ് പറയുന്നത് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശത്തിൽ നിന്ന് നമുക്ക് തെറ്റാനായിട്ട് പറ്റിയല്ല. ലോകത്തിലെ പല ക്രിസ്തീയ വിഭാഗങ്ങളും സ്നാനത്തെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ട്. ചില ക്രിസ്തീയ സഭാവിഭാഗങ്ങൾ ആ കൊച്ചുങ്ങളെ സ്നാനപ്പെടുത്തും. അപ്പം നമ്മളത് നോക്കുമ്പോൾ അത് ബൈബിളിൽ അങ്ങനെ ചെയ്യാവോ എന്ന് നമ്മൾ പരിശോധിക്കണം. പിന്നെ ചിലര് നമ്മളെ പോലെയുള്ള ആളുകളാണെങ്കിൽ ചെറിയ കുട്ടികളെ നമ്മൾ സ്നാനപ്പെടുത്തിയല്ല. സ്നാനപ്പെടുമ്പോൾ നമ്മൾ ചോദിക്കും, ഈ വിശ്വാസ കാര്യങ്ങളൊക്കെ അറിയാനും മനസ്സിലാക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ പ്രായമായവർ മാത്രമേ സ്നാനപ്പെടുത്തുള്ളൂ. ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ മനസ്സിലാകണം, ചോദിക്കുമ്പോൾ ഉത്തരം തരണം, വിശ്വസിക്കുന്ന എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള അറിവും കഴിവും അതിനുള്ള ആ മാനസിക പക്വതയൊക്കെ വന്ന ആളുകളെ നമ്മളെപ്പോലെയുള്ള ഒരു സ്നാനപ്പെടുത്തുള്ളൂ. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ബൈബിളിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചില ആളുകൾ പറയും സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്നാനപ്പെടണം, സ്നാനപ്പെടാത്തവർ സ്വർഗത്തിൽ പോയില്ല, നരകത്തിൽ പോകും, അല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, രക്ഷിക്കപ്പെടണമെങ്കിൽ സ്വർഗത്തിലെ ദൈവപൈതലാണെങ്കിൽ സ്നാനപ്പെട്ടാലേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയാം അങ്ങനെ നമ്മൾ പറയല, സ്നാനം രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് നമ്മൾ പറയും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളാണോ അവരാണോ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ബൈബിളിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബൈബിളിൽ പറഞ്ഞ അനുസരിച്ച് വേണം ഈ കാര്യത്തെ പറ്റി ഒരു തീരുമാനം എടുക്കാൻ. അതുകൊണ്ട് ബൈബിളാണ് നമ്മുടെ പാഠപുസ്തകം. ബൈബിളിൽ നിന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് സ്നാനപ്പെടണം എന്ന ഒരു കാര്യമാണ്. ഇതിൽ ഞാനൊരു മുഖവര എന്ന പോലെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് സ്നാനപ്പെടണം? ഞാനിവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചാല് നിങ്ങൾ എന്തിനാണ് സ്നാനപ്പെടുന്നത് എന്ന് ചോദിച്ചാല് എല്ലാവരുടെയും മനസ്സിലൊരു ഉത്തരം കാണും. സ്നാനപ്പെടാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ ഈ ക്ലാസ്സിന് വന്നിരിക്കുന്നത്. അങ്ങനെ ആഗ്രഹമുണ്ട്, എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ ഞാൻ ചോദിക്കുക, ഈ ആഗ്രഹം ഉണ്ടെന്നുള്ളത് ശരി, പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ സ്നാനപ്പെടണമെന്ന് തോന്നിയത് എന്ന് ചോദിച്ചാല് മിക്കവാറും ആളുകൾക്കൊക്കെ ഒരു ഉത്തരം പറയാനായിട്ട് ഉണ്ടാവും. ചില ആളുകൾ പറയും, ഞാൻ ഒരു സഭയുടെ അംഗമാകാനാണ് സ്നാനപ്പെടുന്നത് എന്ന് പറയുന്നവരുണ്ട്. സഭയുടെ അംഗമാകാനാണ് സ്നാനപ്പെടുന്നത്. ശരിക്കും ബൈബിൾ അനുസരിച്ച് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. കർത്താവിന്റെ സഭയുടെ അംഗമാകുന്നത് ജലത്തിൽ സ്നാനപ്പെടുന്നത് വഴിയല്ല. കർത്താവിന്റെ സഭയുടെ അംഗമാകുന്നത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യത്തില് അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. കർത്താവ് 2:47 വാക്യത്തിൽ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട്
ചേർത്തുകൊണ്ടിരുന്നു. ആരെയാണ് കർത്താവ് സഭയോട് ചേർത്തത്? രക്ഷിക്കപ്പെടുന്നവരെയാണ് കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നത്. അപ്പൊ രക്ഷിക്കപ്പെടുന്നവരെയാണ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നത്. ഒരാള് രക്ഷിക്കപ്പെട്ടതിന് ശേഷം, കർത്താവിനെ വിശ്വസിച്ചതിന് ശേഷം സ്നാനപ്പെടാനായിട്ട് അവസരം കിട്ടിയില്ല എന്നിരിക്കട്ടെ, അല്ല ജയിലിൽ കിടന്ന് രക്ഷിക്കപ്പെടുവോ അല്ലെങ്കിൽ രോഗശൈലിയിൽ രക്ഷിക്കപ്പെടുവോ ഒക്കെ ചെയ്തെന്നിരിക്കട്ടെ, മരണാസന്നമായ ICUലായിരുന്നു, അവിടുന്ന് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു, ആള് മരിച്ചും പോയി. ആള് സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ? എവിടെ പോവും? ICUല. സ്നാനപ്പെടാൻ സമയം കിട്ടിയില്ല, അവസരം കിട്ടിയില്ല. ഇങ്ങനെ ഒരാൾ മരിച്ചാൽ എവിടെ പോവും? സ്വർഗത്തിലോ നരകത്തിലോ? എല്ലാവർക്കും അറിയാം അല്ലേ? രക്ഷിക്കപ്പെട്ട ആളെ എവിടെ പോകും? സ്വർഗത്തിൽ പോകും അല്ലെ? സ്നാനപ്പെടാനായിട്ട് അവസരം കിട്ടിയില്ല. ഇപ്പൊ ക്രൂശിൽ കിടന്ന ഒരാൾ മരിച്ചല്ലോ. ഒരു കർത്താവിന്റെ കൂടെ 2 കള്ളന്മാര് ഉണ്ടായിരുന്നാലും ഒരു കള്ളൻ ഏതായാലും രക്ഷിക്കപ്പെട്ടല്ലോ. യേശുവിനെ രാജാവായിട്ട് അംഗീകരിച്ച് എന്നെ കൊണ്ട് രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്നാനപ്പെട്ടിട്ടില്ല. പക്ഷെ ആൾ മരിച്ചപ്പോ എവിടെ പോയത്? നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോയല്ലോ. അപ്പം ചില ആളുകൾ എന്നാൽ രക്ഷിക്കപ്പെടാനായിട്ടാണ് സ്നാനപ്പെടുന്നത് എന്ന് പറയുന്നവരും ഉണ്ട്. സഭയുടെ അംഗമാകാൻ സ്നാനപ്പെടുന്നവരാണ്, രക്ഷിക്കപ്പെടാനായിട്ട് സ്നാനപ്പെടുന്നവരാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. സ്നാനപ്പെട്ടില്ലെങ്കിൽ രക്ഷപ്പെടുകയില്ല എന്ന് പറയുന്നവരുണ്ട്. ചില വാക്യങ്ങളൊക്കെ ചില വാക്യങ്ങൾ അതുപോലെ തോന്നുന്ന ചില വാക്യങ്ങളൊക്കെ ബൈബിളിൽ നിന്ന് എടുക്കുകയും ചെയ്യും. ഇന്ന് നമ്മളെപ്പോലെയുള്ള ചില ആളുകൾക്ക് പറ്റാവുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ, എന്തിനാ സ്നാനപ്പെടുത്തി വെച്ചാൽ എല്ലാവരും സഭയിലാണ്, അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ സ്നാനപ്പെടുവാണ് എന്ന് പറഞ്ഞ് സ്നാനപ്പെടുന്ന ആളുകളും ഉണ്ട്. അപ്പനും സ്നാനപ്പെട്ടാണ്, അമ്മയും സ്നാനപ്പെട്ടാണ്, ചേട്ടനും ചേച്ചിയും ഒക്കെ സ്നാനപ്പെട്ടു, കുറച്ച് 10ാം ക്ലാസ്സിലൊക്കെ ആയി, എനിക്ക് സ്നാനപ്പെടണം, സഭയിൽ പോവല്ലേ, അങ്ങനെ പറഞ്ഞ അതിന്റെ ആ ഒഴുക്കിനൊത്തങ്ങ് സ്നാനപ്പെടുന്ന ആളുകളും ഉണ്ട്. എനിക്ക് സ്നാനപ്പെടണം. പിന്നെ വേറെ ചില ആളുകളൊക്കെ ഈ സ്കൂളിൽ ഇന്ന് 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്കൊക്കെ പോകുവാണ്. അപ്പൊ ഏതായാലും സ്നാനപ്പെട്ടേച്ച് പോകാം. ഏതെങ്കിലും ഒരു സഭയിൽ ചെല്ലുമ്പോൾ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ സ്നാനപ്പെട്ടതാണോ എന്ന് ചോദിക്കുമ്പോൾ സ്നാനപ്പെടാതെ പറയണല്ലോ എന്നും പറഞ്ഞ് സ്നാനപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് ഈ 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേന് സ്നാനപ്പെടാൻ ഒരു തിരക്ക് വരും ആളുകൾ. അത് ഒരു ശരിയായ ന്യായമല്ലല്ലോ. ആ സമയത്താണ് രക്ഷിക്കപ്പെടുന്നതെങ്കിൽ നല്ല കാര്യമാണ്. എന്നാലും ഇനി അടുത്ത സഭയിൽ ചെല്ലുമ്പോഴേക്ക് പുറകിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്നാനപ്പെടുക എന്നൊരു നല്ല കാര്യം. ഇനിയും വേറെ ചില ആളുകളുണ്ട്, കല്യാണം കഴിക്കാറാകുമ്പോൾ സ്നാനപ്പെടുന്നവർ. വിവാഹം വരുമ്പോഴത്തേന് സഭയെന്ന് വിശ്വാസികളായ ഈ സഭക്കാര് കല്യാണം കഴിപ്പിച്ചു തരാൻ സാധ്യത കുറവാണ്, സഭയെന്ന് വരില്ല. അതുകൊണ്ട് സഹോദര സ്നാനപ്പെടണോ എന്നൊക്കെ പറയും. ഇനി ചില ആളുകളൊക്കെ ഉണ്ട്, അവിശ്വാസികളായിരിക്കുന്ന ആളുകളെയൊക്കെ ഇഷ്ടം തോന്നിയിട്ട് അവരെ ഒന്ന് സ്നാനപ്പെടുത്തി കിട്ടിയാല് സഭയുടെ അംഗീകാരത്തോടു കൂടെ കല്യാണം കഴിക്കാമല്ലോ എന്നും പറഞ്ഞ് സ്നാനപ്പെടണമെന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാനും വരുന്നുണ്ട്, ഞാനും നിങ്ങളുടെ സഭ വരുവാണ്, അതുകൊണ്ട് സ്നാനപ്പെടണം, എന്തിനാന്നൊക്കെ ചോദിച്ചാൽ ഇതൊക്കെയാന്നൊക്കെ പറയും. പക്ഷെ ഉദ്ദേശം ചിലപ്പോൾ കല്യാണം കഴിക്കാനുള്ള സ്നാനമായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ന്യായങ്ങളും അന്യായങ്ങളും ഒക്കെ സ്നാനപ്പെടാനായിട്ട് ആളുകൾ പൊതുവെ നിരത്താറുണ്ട്. അപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരും ഇങ്ങനെയുള്ള ന്യായങ്ങളല്ല, സഭയുടെ അംഗമാകുക എന്നുള്ള ആ ധാരണയല്ല. രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഓൾറെഡി സഭയുടെ അംഗങ്ങളാണ്. വിശ്വാസികളായിരിക്കുന്ന ആളുകളെല്ലാം സഭയുടെ അംഗങ്ങളാണ്. പിന്നെ എല്ലാരും ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്നതല്ല, നിങ്ങളുടെ പാപക്ഷമയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല. അതുപോലെ തന്നെ വേറെ ദുരുദ്ദേശങ്ങളും ഒന്നും വെച്ചിട്ടല്ല ഈ കാര്യത്തിന് വരുന്നതെന്നുള്ള ഉറപ്പ് ചിന്തയാണ് എനിക്ക് ഉള്ളത്. അങ്ങനെ എന്തെങ്കിലും ദുരുദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ഇത് വെറുതെ ചെയ്യുന്നതായിട്ടല്ലാതെ പ്രത്യേകിച്ച് വലിയ മെച്ചമൊന്നും ഈ സ്നാനം കൊണ്ടോ ഈ വെള്ളത്തിൽ നിന്നുകൊണ്ടോ നമുക്ക് ലഭിക്കില്ല. അപ്പൊ എന്തുകൊണ്ടാണ് സ്നാനപ്പെടുന്നത് എന്ന് നമ്മൾ ചോദിച്ചാല്, വളരെ ആദ്യമായി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സ്നാനപ്പെടുന്നതിന്റെ കാരണം നമ്മുടെ കർത്താവ് സ്നാനപ്പെടുത്താനായിട്ട് ദൈവസഭയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ്. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും നമ്മളോട് ചോദിക്കുക എന്തിനാ നിങ്ങൾ സ്നാനപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ഉത്തരം, ഞാൻ സ്നാനപ്പെടുന്നത് യേശു ക്രിസ്തു സ്നാനപ്പെടുത്താനായിട്ട് സഭയോട് പറഞ്ഞിട്ടുണ്ട്, വിശ്വസിക്കുന്നവർക്ക് സ്നാനപ്പെടണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സഭയ്ക്കുള്ളൊരു കൽപ്പനയാണ്. വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണമെന്നല്ല, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്നാണ് കർത്താവ് കൽപ്പന കൊടുത്തത്. അപ്പൊ കർത്താവിന്റെ ആ കൽപ്പനയാണ്, അത് ഞാൻ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആള് കർത്താവാണ്. നമ്മുടെ മാതാപിതാക്കളെക്കാളും സഭാവിശ്വാസികളെക്കാളും
എല്ലാ മനുഷ്യരെക്കാളും മറ്റു ലോക നേതാക്കന്മാരെക്കാളും എല്ലാം നമുക്ക് ഏറ്റവും വലുതും നമ്മുടെ ഏറ്റവും ആരാധന പാത്രവുമായിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. ആ കർത്താവാണ് പറഞ്ഞിരിക്കുന്നത് സ്നാനപ്പെടാനായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. ആ കൽപ്പനയുടെ അനുസരണമാണ് സ്നാനമെന്ന് നമ്മൾ ഓർക്കണം. ഇപ്പൊ നമ്മളാണെങ്കിലും ആരെങ്കിലും മുതിർന്നവരും നമുക്ക് ഉത്തരവാദിത്തമുള്ള ആളുകളും പറഞ്ഞാൽ നമ്മൾ അനുസരിക്കില്ലേ? ഇപ്പൊ പേരൻസ് എന്തെങ്കിലും പറയാന്നിരിക്കട്ടെ, മാതാപിതാക്കൾ നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നമ്മൾ അനുസരിക്കും. അതുപോലെ ടീച്ചേഴ്സ് ചില കാര്യങ്ങൾ നമ്മളോട് പറയും, നമ്മൾ അനുസരിക്കും. എല്ലാത്തിന്റെ ഒന്നും ന്യായങ്ങളും അതിന്റെ വഴികളും ഒന്നും നമുക്ക് പലപ്പോഴും അറിയുമില്ല. എന്തിനാ അവർ പറഞ്ഞതെന്നൊന്നും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, എന്തുകൊണ്ട് പറഞ്ഞു എന്നൊന്നും അറിയില്ല. അതുപോലെ ഡോക്ടേഴ്സ് ചില കാര്യങ്ങൾ പറയും, അതിന്റെ എന്തുകൊണ്ട് പറഞ്ഞു എന്നൊന്നും വിശദീകരിക്കാനായിട്ട് നമുക്ക് അറിഞ്ഞുകൂടായിരിക്കും. പക്ഷെ എന്താ നീ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാലോ, അത് ഡോക്ടർ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ സാറ് പറഞ്ഞിട്ടാണ്, ടീച്ചേഴ്സ് പറഞ്ഞിട്ടാണ്, എന്റെ പപ്പ പറഞ്ഞിട്ടാണ്, എന്റെ മമ്മി അങ്ങനെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഗവൺമെന്റ് പറഞ്ഞാലും നമ്മൾ ചെയ്യും. നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറയും അത് ഗവൺമെന്റ് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ റൂളാണത്, ഒരു രീതിയാണത്. അപ്പൊ അതുപോലെ ചെയ്യും. അപ്പൊ ഇവരൊക്കെ പറഞ്ഞത് നമ്മൾ അനുസരിക്കാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ അതിന് തയ്യാറാകുന്ന അനുസരണമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യം എത്രയധികമായി അനുസരിക്കും. ഇനി കർത്താവ് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ആ വാക്യം എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു വാക്യമാണ്, സ്നാനപ്പെടുന്നവരെല്ലാം പഠിച്ചിരിക്കേണ്ട വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ആ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ടല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും. ആ വാക്യം നമുക്ക് ഒന്ന് വായിച്ച് കേൾക്കാം. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത കൽപ്പനയാണ്. പുനരുദ്ധാനത്തിന് ശേഷം സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാർക്ക് കൊടുത്ത കൽപ്പനയാണത്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചെയ്തു. കർത്താവിന്റെ കൽപ്പന ശിഷ്യരാക്കുവാനുള്ള കൽപ്പനയാണ്. സകല ജാതികളെയും ശിക്ഷപ്പെടുത്തുക. എങ്ങനെയാണ് ആ ശിക്ഷപ്പെടുത്തുന്നത്? അതിനുള്ള ക്രമം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ശിഷ്യത്വത്തിന്റെ ക്രമം പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണം. അപ്പൊ ശിഷ്യരാക്കാനുള്ള കർത്താവിന്റെ കൽപ്പനയിൽ സ്നാനപ്പെടുത്താനുള്ള ഒരു കൽപ്പന കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ സ്നാനപ്പെടുത്തണം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അത് നമ്മൾ അനുസരിക്കണ്ടേ? നമ്മൾ അനുസരിക്കുന്നത് അതിലൊരു അന്യായവുമില്ല, അത് ശരിയുമാണ്. നമ്മുടെ കർത്താവിനെ വിശ്വസിച്ച ആളുകളെല്ലാം കർത്താവിനെ അനുസരിക്കാൻ തന്നെയാണ് അവനെ വിശ്വസിച്ചത് നമുക്കറിയാം. മാത്രമല്ല, കർത്താവിന്റെ മക്കൾ, ദൈവത്തിന്റെ സഭ, കർത്താവിന്റെ ശിഷ്യന്മാർ, അപ്പസ്തലന്മാരെല്ലാം അനുവർത്തിച്ച കാര്യം അത് തന്നെയായിരുന്നു. പുതിയ നിയമം വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് മനുഷ്യർ സ്നാനപ്പെടുന്നതായിട്ട് പറയുന്നുണ്ടല്ലോ. എത്ര സ്ഥലത്ത് ആളുകൾ സ്നാനപ്പെടുക, കൽപ്പിക്കുക മാത്രമല്ല സ്നാനപ്പെട്ടതായിരിക്കുന്ന ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് തന്നെ സ്നാനപ്പെട്ടതായിട്ടല്ലേ പറയുന്നേ? ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തില് കർത്താവ് സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 3:21 ആരാണ് കർത്താവിനെ സ്നാനപ്പെടുത്തിയത്? യോഹന്നാൻ സ്നാപകനാണ് കർത്താവിനെ സ്നാനപ്പെടുത്തിയത്. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ യോഹന്നാന്റെ അടുത്ത് സ്നാനമേൽക്കാനായിട്ട് യോർദാൻ നദിയിലേക്ക് ഇങ്ങനെ വരികയാണ്. യഹൂദ ദേശത്തുള്ള ആളുകൾ, ആ നദിയുടെ ഇരുകരയിലും താമസിക്കുന്നവരായിരിക്കുന്ന മനുഷ്യര്, യഹൂദന്മാര് യോഹന്നാന്റെ പ്രസംഗം കേട്ട് മനസ്സാന്തരപ്പെട്ട് സ്നാനപ്പെടാനായിട്ട് വരികയാണ്. ആ കൂട്ടത്തിൽ യേശു കർത്താവും ഏകദേശം 30 വയസ്സുള്ളവനായി യേശു കർത്താവ് സ്നാനപ്പെടാനായിട്ട് യോഹന്നാന്റെ അടുത്തേക്ക് വരികയാണ്. ആ സ്നാനത്തെ പറ്റി പിന്നെ വിശദമായി നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ ആദ്യം തടസ്സം പറഞ്ഞു കർത്താവിനോട്. എന്നാൽ കർത്താവ് പറഞ്ഞു, സകല നീതിയും നിവർത്തിക്കുന്ന നമുക്ക് യോഗ്യമെന്ന് പറഞ്ഞു. യോഹന്നാൻ സ്നാനപ്പെടുത്തി. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് കർത്താവ് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ കർത്താവിന്റെ മേൽ വരികയും യോഹന്നാൻ അതുകൊണ്ട് സാക്ഷ്യപ്പെടുത്തി, ഇവനെന്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനെ പ്രസാദിച്ചിരിക്കുന്നു എന്നൊക്കെ സ്വർഗത്തിൽ ശബ്ദം ഉണ്ടാവുകയും ചെയ്യുന്നത് നമുക്കറിയാം.
യേശുക്രിസ്തു സ്നാനമേറ്റു. മാത്രമല്ല അത് ഓർക്കുമ്പോൾ തന്നെ നമ്മൾ സ്നാനപ്പെടാനായിട്ട് പോകുമ്പോൾ നമുക്കൊരു മാതൃക വെച്ചേക്കുന്നുണ്ടോ? മാനസാന്തരം ആവശ്യമില്ലാത്ത ആള് നമുക്ക് വേണ്ടി പകരക്കാരനായിട്ട് വന്ന് നമ്മുടെ സ്ഥാനത്ത് വന്ന് നമ്മൾ ഒരുവരെ പോലെ നിന്ന് സ്നാനപ്പെടുക ചെയ്യുന്നേ. അതിന്റെ പിന്നാലെയാ നമ്മളും വരുന്നല്ലേ. ആ സ്നാനക്കടവിലേക്ക് നമ്മളും ചെല്ലുകയാണ്. സ്നാനപ്പെടാനായിട്ട് യേശുക്രിസ്തുവിന്റെ മക്കളായ നമ്മൾ ഓരോരുത്തർ നടന്ന് ചെല്ലുകയാണ്. അവിടെ കൊണ്ട് അപ്പസ്തലന്മാര് പിന്നീട് കർത്താവിന്റെ കൂടെ ഇരുന്നപ്പോ തന്നെ അവർ അനേകരെ സ്നാനപ്പെടുത്തിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെള്ളമുള്ള സ്ഥലത്ത് ഐനോനിൽ വെള്ളമുണ്ടായിരുന്നുകൊണ്ട് കർത്താവ് സ്നാനപ്പെടുത്തി, കർത്താവിന്റെ ശിഷ്യന്മാര് അനേകരെ സ്നാനപ്പെടുത്തിയതായിട്ട് അവിടെ വായിക്കുന്നുണ്ട്. സ്നാനപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. മാത്രമല്ല പിന്നീട് അപ്പസ്തലന്മാര് പത്രോസ് തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, കൊർന്നേലിയൂസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവരെ സ്നാനപ്പെടുത്തുവാനെന്ന് കൽപ്പിച്ചു എന്നാണ്. വിശ്വസിച്ച ആളുകളെ സ്നാനപ്പെടുത്താനായിട്ട് കൽപ്പിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ശൗൽ എന്ന പേരിൽ അറിയപ്പെട്ടതിന് മാനസാന്തരപ്പെട്ട സമയത്ത് ശൗല് മാനസാന്തരപ്പെട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനനിയാസ് എന്ന ദമസ്കസിലെ ഒരു ശിഷ്യൻ വന്നിട്ട് പൗലോസിനെ സ്നാനം കഴിപ്പിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അവനെ സ്നാനം കഴിപ്പിച്ചു. പൗലോസ് സ്നാനമേറ്റു, ശക്തി പ്രാപിച്ചു. സ്നാനമേറ്റു, ഭക്ഷണം കഴിച്ചു, ശക്തി പ്രാപിച്ചു എന്ന് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിലുണ്ട്. ഫിലിപ്പോസിനെ പറ്റി നമ്മൾ ഫിലിപ്പോസ് സ്നാനം കഴിപ്പിക്കുന്നതിനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. എത്യോപ്യക്കാരനായിരിക്കുന്ന മന്ത്രിയെ സ്നാനപ്പെടുത്തിയായിട്ട് വായിക്കുന്നുണ്ട്. വെള്ളം കണ്ടപ്പോൾ മന്ത്രി നിന്നിട്ട് തന്നെ ചോദിക്കുകയാണ്, ഇതാ വെള്ളം, സ്നാനം ഏൽക്കുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? ഞാൻ സ്നാനം ഏറ്റോട്ടെ എന്നാ ചോദിക്കുന്നത്. അപ്പൊ അത് ചോദിക്കണമെങ്കിൽ ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞ കൂട്ടത്തിൽ സ്നാനപ്പെടുന്ന കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടാവും എത്യോപ്യക്കാരനോട്. അതുകൊണ്ടായിരിക്കും വെള്ളം കണ്ടപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, ഞാൻ സ്നാനപ്പെട്ടോട്ടെ എന്ന് ചോദിച്ചു. സ്നാനം കഴിക്കുക ഫിലിപ്പോസ് അവനെ സ്നാനപ്പെടുത്തി നമ്മൾ പിന്നെ വായിക്കുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ചില ആളുകളെയൊക്കെ പൗലോസ് സ്നാനപ്പെട്ടവരുടെ ചില വീട്ടുകാരുടെയൊക്കെ പേര്, ചില കുടുംബക്കാരെ തന്നെ സ്നാനപ്പെട്ടതായിട്ട്, സ്തെഫാനോസിന്റെ കുടുംബം, അങ്ങനെയുള്ള ചില കുടുംബക്കാരെ സ്നാനപ്പെടുത്തിയതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ സ്നാനപ്പെടുത്തിയെന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പൊ ആദിമസഭയുടെ ചരിത്രം നോക്കിയാല് അവർ സ്നാനപ്പെടുന്ന ഒരു ചരിത്രം, കർത്താവ് സ്നാനപ്പെടുത്താൻ കൽപ്പിക്കുകയും സഭകൾ സ്നാനപ്പെടുത്തുകയും ചെയ്തു. വിശ്വാസത്തിൽ വന്നവരായിരിക്കുന്ന ആളുകൾ സ്നാനപ്പെടുകയും ചെയ്ത ഒരു ചരിത്രമാണ് ദൈവസഭയുടെ ചരിത്രം. അതുകൊണ്ട് നമ്മളും എല്ലാ കാലത്തും ക്രിസ്തു വിശ്വാസികൾ, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് ചെയ്തതുപോലെ തന്നെ സ്നാനപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത്. കർത്താവിനെ വിശ്വസിച്ച് അവന്റെ ശിഷ്യനായിട്ട് തീർന്ന ആളുകൾ എല്ലാവരും, ശിഷ്യന്മാരായിട്ട് ജീവിക്കുന്ന ആളുകൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ ജലത്തിൽ സ്നാനമേൽക്കുക എന്നുള്ള കാര്യം. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല സ്നാനപ്പെടാനോ, എനിക്ക് ആ പരിപാടി ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞാല് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമോ ഒന്നും അല്ല. സ്നാനം എന്നുള്ളത് നമ്മുടെ ഇഷ്ടം നോക്കിയിട്ടല്ല, കർത്താവിന്റെ പരിപാടിയോട് ചേർന്ന് പോകുമ്പോൾ സ്നാനം കൂടി അതിനകത്ത് ഉണ്ട്. അത് ദൈവപരിപാടിയുടെ, ഈ ലോകത്തിലെ ദൈവപരിപാടിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പൊ ഒരു സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം ധരിക്കണമെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞാല് യൂണിഫോം ഒന്നും ധരിക്കാൻ പറ്റില്ല, എനിക്ക് പഠിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാല് ശരിയല്ലല്ലോ, യൂണിഫോം ധരിക്കണ്ടേ. അതുപോലെ ചില പ്രമാണങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടില്ലേ, നമുക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതല്ല, അത് ആ സ്കൂളിന്റെ പ്രോട്ടോക്കോളിന്റെ ഭാഗമാണ്, അതിന്റെ രീതിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ദൈവപരിപാടിയുടെ ഒരു രീതിയുടെ പൊതുസമ്മതമായിരിക്കുന്ന ഒരു കാര്യമാണ് സ്നാനപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് കർത്താവിന്റെ മക്കളായിട്ട് ദൈവത്തിന്റെ പരിപാടിയോട് ചേർന്ന് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് ജീവനുള്ള കാലമൊക്കെ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുകയും കർത്താവിന്റെ പരിപാടിയുടെ ഭാഗമായിരിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ എനിക്ക് സ്നാനപ്പെടണമെന്ന് ആഗ്രഹം വരും. കാരണം അവർ വായിക്കുന്ന ഈ ബൈബിളല്ലേ, അവർ പിൻപറ്റുന്ന ഈ ക്രിസ്തുവിനല്ലേ, അവർ കേൾക്കുന്ന ഈ അപ്പോസ്തലന്മാരെയല്ലേ. അത് ന്യായമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ചുരുക്കത്തിൽ എന്തിനാ സ്നാനപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് സ്നാനപ്പെടണമെന്ന് ചോദിച്ചാൽ അത് കർത്താവിന്റെ കൽപ്പനയും ദൈവസഭ എന്നും അനുസരിച്ചു പോന്നിട്ടുള്ളതുമായിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ദൈവസഭയുടെ ഭാഗം എന്ന നിലയിൽ എനിക്കും സ്നാനമേൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതല്ല ഇവിടെ ഇരിക്കുന്ന ആളുകൾ, ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ആളുകൾ സ്നാനപ്പെടാനുള്ള താല്പര്യം അതന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊന്നുമല്ല, കർത്താവിന്റെ കൽപ്പനയാണ് സ്നാനം. അതുകൊണ്ട് എനിക്ക് സ്നാനപ്പെടണം. ഞാനും ഒരു ദൈവ പൈതലാണ്, എനിക്ക് സ്നാനപ്പെടണം. രണ്ടാമത്തെ ചോദ്യം കൂടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആരാണ് സ്നാനപ്പെടുന്നത്? അത് കൂടുതൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിന് ചുരുങ്ങിയ ഒരു ഉത്തരം വചനത്തിൽ നിന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടത്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടത്. എന്തുകൊണ്ട് സ്നാനപ്പെടണമെന്ന് ചോദിച്ചാൽ കർത്താവ് കൽപ്പിച്ചതുകൊണ്ടും ദൈവസഭ അനുവർത്തിച്ചതുകൊണ്ടുമാണ് സ്നാനപ്പെടുന്നത്. ആരാണ് സ്നാനപ്പെടേണ്ടത് എന്ന് ചോദിച്ചാൽ
യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെടുന്നത്. 2 വാക്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 41-ാം വാക്യം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഈ സംഭവം നടക്കുന്നത് പെന്തക്കോസ്ത് നാളിലാണ്. പത്രോസ് അപ്പോസ്തലൻ പെന്തക്കോസ്തയ്ക്ക് ശേഷം, കർത്താവിന്റെ പുനരുദ്ധാനത്തിന് സ്വർഗ്ഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ആ ശക്തിയിൽ പത്രോസ് പ്രസംഗിക്കുകയാണ്, സുവിശേഷം പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, സഹോദരന്മാരെ ഞാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു വരികയാണ്. അപ്പൊ പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് ആളുകൾ അവന്റെ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് അവൻ പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവരാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് പോകുന്നത്. അപ്പൊ അന്ന് അവൻ പത്രോസിന്റെ വാക്ക് കൈക്കൊണ്ടവർ, പത്രോസ് പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിച്ചവർ, പത്രോസിന്റെ വാക്കിനെ വിശ്വസിച്ച് വാക്ക് കേട്ട് യേശുക്രിസ്തുവിനെ ആശ്രയിച്ചവരാണ് അന്ന് സ്നാനം ഏറ്റത്. ഒരു വാക്യം കൂടെ വായിക്കാൻ ഞാൻ വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 8-ാമത്തെ അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം. അത് എത്യോപ്യക്കാരൻ മന്ത്രിയെ ഫിലിപ്പോസ് സ്നാനം കഴിപ്പിക്കുന്ന ഭാഗമാണ്. വിശേഷം പറഞ്ഞ് വെള്ളത്തിന്റെ അടുത്തെത്തിയപ്പോൾ, അവരുടെ തേര് വെള്ളത്തിന്റെ അടുത്തെത്തിയപ്പോൾ ഫിലിപ്പോസിനോട് അദ്ദേഹം ചോദിക്കുകയാണ്, അങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ഡൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നവൻ ഉത്തരം പറഞ്ഞു. അപ്പൊ ഫിലിപ്പോസ് പറയുന്ന ഒരു കാര്യം, നീ വിശ്വസിക്കുന്നുവെങ്കിൽ, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഉത്തരം കിട്ടിയപ്പോൾ അവരിരുവരും വെള്ളത്തിലിറങ്ങി, ഇങ്ങനെയല്ലേ വാക്യം, അവരിരുവരും വെള്ളത്തിലിറങ്ങി അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. നമ്മളൊക്കെ സ്നാനപ്പെടുന്ന പോലെ തന്നെ വെള്ളത്തിലിറങ്ങി ഒരാളെ സ്നാനം കഴിപ്പിച്ചു. അങ്ങനെയാണ് സ്നാനം കഴിപ്പിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിൽ അങ്ങനെ യോർദാനിൽ വെള്ളം ധാരാളം ഉള്ളത് കൊണ്ടെന്ന് പറഞ്ഞാൽ ആള് മുങ്ങി സ്നാനം കഴിപ്പിക്കുന്ന രീതിയാണ് അവിടെ പറയുന്നത്. അപ്പൊ വിശ്വസിക്കുന്ന ആളുകൾ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ് സ്നാനം ഏറ്റത്. അവരെയാണ് സ്നാനം കഴിപ്പിക്കുള്ളൂ എന്നാണ് ഫിലിപ്പോസും പറയുന്നത്. നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്നെ സ്നാനം കഴിപ്പിക്കാം, വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ സ്നാനം കഴിപ്പിക്കുന്നില്ല. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു ചോദ്യം ഇതാണ്, സ്നാനം കഴിക്കാനായിട്ട്, എനിക്ക് സ്നാനപ്പെടാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തായിരിക്കും? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ സ്നാനം കഴിക്കാം, സ്നാനം കഴിപ്പിക്കാം. അപ്പൊ പറയേണ്ട ഉത്തരം എന്താണ്? ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉത്തരം പറയണം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എന്ന് ഉത്തരം പറയണം. അങ്ങനെ ആ ഉത്തരത്തിന്റെ മേലാണ് സ്നാനം. വിശ്വസിക്കുന്നവരെയാണ് സ്നാനം കഴിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. കർത്താവ് കൽപ്പിച്ചു വിശ്വസിക്കുന്നവർ, മറ്റുള്ള കാരണങ്ങളൊന്നുമല്ല അവിടെ പറഞ്ഞേ, വേറെ ഒരു കാരണവും പറഞ്ഞില്ല. നീ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചത്. അപ്പൊ വിശ്വസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിശ്വസിക്കാൻ പറയാൻ പറ്റുന്ന ഒരാൾക്കല്ലേ അത് പറയാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ സ്നാനം കഴിപ്പിക്കുന്നത് ആരെയാന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് വിശ്വസിക്കാനുള്ള പ്രായവും തിരിച്ചറിവും വരണം. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ സ്നാനപ്പെടുത്തുന്നത്. ഒരാൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ബോധ്യം വരണം. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്നാനം കഴിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ആ കാര്യം ആളുകള് വിശ്വസിക്കുകയും ചെയ്യണം. വിശ്വസിക്കാതിരുന്നിട്ട് സ്നാനപ്പെട്ടിട്ട് എന്താ കാര്യം? മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സ്നാനം കഴിക്കുന്നതൊക്കെ ഒരു വഞ്ചനയല്ലേ? ഇതല്ലാത്ത കാരണങ്ങൾക്കൊക്കെ വേണ്ടി സ്നാനപ്പെടുന്നതൊക്കെ ഒരു സത്യസന്ധമായ ഒരു കാരണമല്ല. എന്നാൽ ഞാൻ സ്നാനപ്പെടുന്നതിന്റെ കാരണം, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞാൽ സ്നാനം തരാതിരിക്കാനായിട്ട് കഴിയില്ല. എന്നാൽ ഒരു കാര്യം കൂടി ഓർക്കുക, എന്താണ് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതും കൂടെ നമ്മളൊന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്.
യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. വിശ്വാസം എന്ന് പറയുന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ്. ബൈബിളില് പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള ആളുകളുടെ പേര് തന്നെ എന്താ? നമ്മൾ വിശ്വാസികൾ എന്നല്ലേ നമ്മുടെ പേര് തന്നെ, വിശ്വാസികൾ എന്നതിന്റെ അർത്ഥം. ഈ എല്ലാ മതവിശ്വാസികളെയും വിളിക്കുന്ന എന്താ? വിശ്വാസികൾ എന്നാണ്. ശാസ്ത്രജ്ഞന്മാരെ എന്ന് ശാസ്ത്രവിശ്വാസികൾ എന്ന് പൊതുവെ ആരും വിളിക്കാറില്ല. ശാസ്ത്രജ്ഞന്മാര് അതൊക്കെയാ പറഞ്ഞത്. നമ്മളെയൊക്കെ വിളിക്കുന്നത് മതപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞ വിശ്വാസികൾ എന്നാ വിളിക്കുന്നത്. അപ്പം ഏത് മതത്തിലുള്ള ആണെങ്കിലും വിശ്വാസിയാണ്. പക്ഷെ നമ്മളും വിശ്വാസിയാണ്. നമ്മളെ വിശ്വാസികൾ എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസവും അവരുടെ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? നമ്മൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ് വിശ്വസിക്കുന്നത്. അവരും വിശ്വസിക്കുകയാണ്. അവര് വിശ്വസിക്കുന്ന ആരെയാ? മറ്റാരെങ്കിലുമോ മറ്റെന്തെങ്കിലുമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ അവരും വിശ്വസിക്കുന്നേ. നമ്മളെ വ്യത്യസ്തരാക്കുന്ന കാര്യം നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നവരാണ് എന്ന സത്യമാണ്. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന ഒന്നാമത്തെ കാര്യം യേശു ക്രിസ്തു ആരാണ് എന്ന് വിശ്വസിക്കണം. ആരാണ് യേശു ക്രിസ്തു എന്നതാണ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ അടങ്ങിയ ആദ്യത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം യേശു ആരാണ് എന്ന് അറിയണം. എവിടുന്നാ അറിയുന്നത്? ബൈബിളിൽ നിന്നാ അറിയുന്നത് അല്ലേ? കർത്താവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന പുസ്തകം ഏതാ? ബൈബിളാണ്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സാക്ഷി ആരുടെ സാക്ഷ്യമാണ്? യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ, അപ്പോസ്തലന്മാരുടെ സാക്ഷ്യമാണ്. അവർ കർത്താവിനോട് കൂടെ നടന്നു, കർത്താവിന്റെ ഉപദേശം കേട്ടു, അവർ കണ്ടു, അവർ മനസ്സിലാക്കി, അവന്റെ മരണത്തിന് ദൃക്സാക്ഷികളായി. മാത്രമല്ല അതിലേറെ അവന്റെ പുനരുത്ഥാനത്തിന്റെ ദൃക്സാക്ഷികളായി. അവരാണ് ക്രിസ്തുവിനെ പറ്റി നമുക്ക് പറഞ്ഞു തന്നത്. അവര് പറഞ്ഞു തന്നെ ആ ക്രിസ്തു, അവർ കാണിച്ചു തന്ന ക്രിസ്തു, അവരനുഭവിച്ചറിഞ്ഞ ആ ക്രിസ്തു, അവർക്ക് വെളിപ്പെട്ടതായിരിക്കുന്ന ആ ക്രിസ്തു, അവനെ ആയിരിക്കണം നമ്മൾ വിശ്വസിക്കേണ്ടത്. യേശു ക്രിസ്തു ലോകത്തിലുള്ള ഒരാളായിരുന്നു, വിപ്ലവകാരിയായിരുന്നു, മതം സ്ഥാപിച്ച ആളാണ്, പണ്ട് വന്ന ഒരാൾ, ഇങ്ങനെയൊക്കെ പറയുന്ന അതല്ല വിശ്വാസം. അതൊക്കെ ഒരു ചരിത്രപരമായ അറിവാണ്, അത് നല്ല കാര്യമാണ്, ശരിയുമാണ്. എന്നാൽ നമ്മൾ ക്രിസ്തുവിനെ പറ്റി എന്താ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ ബൈബിളിൽ ക്രിസ്തുവിനെ പറ്റി ആരാണെന്നാ പറഞ്ഞിരിക്കുന്നത്, അത് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ബൈബിളിൽ എന്താ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു? ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ചുരുക്കമായിട്ട് 2-3 കാര്യങ്ങൾ പറയണമല്ലോ. ഒന്നാമത്തെ കാര്യം, യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവരാണ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ആൾ. യേശു ക്രിസ്തു ദൈവപുത്രനാണ്. നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിലുണ്ടല്ലോ, ഫിലിപ്പോസ് എത്യോപ്യക്കാരൻ ഷണ്ടനോട് ചോദിക്കുക, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞപ്പോഴ് അദ്ദേഹത്തിന്റെ മറുപടി എന്താ? യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ദൈവപുത്രനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയതിന് ശേഷം ഈ സുവിശേഷം എഴുതിയതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. 20-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തില് എന്തിനാണ് ഈ സുവിശേഷം യോഹന്നാൻ എഴുതിയത് എന്ന് പറയുകയാണ്. ഈ 30-ാം വാക്യം, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. എന്താ വിശ്വസിക്കേണ്ടത്? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അപ്പൊ യേശു ക്രിസ്തു ചരിത്രത്തിൽ ജീവിച്ച ഒരാളാണ്, ദൂഷിക്കപ്പെട്ട ആളാണ്, മരിച്ച ആളാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അത് സംഭവിച്ച കാര്യമാണ്, ചരിത്രത്തിലുള്ള കാര്യമാണ്. അത് ലോകചരിത്രം ന്യായമായി സത്യസന്ധമായി വിശ്വസിക്കുന്ന ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പക്ഷേ രക്ഷിക്കപ്പെടുന്ന വിശ്വാസം ഏതാണെന്നറിയോ? ഈ ലോകത്തിൽ 2000 വർഷം മുമ്പ് ലോകത്തിൽ ജനിച്ച് പീലാത്തോസ്, റോമൻ കൈസറുടെ കാലത്ത് പീലാത്തോസ് കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട് ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചവനായിരിക്കുന്ന ഈ യേശു ഉണ്ടല്ലോ, ഈ യേശു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കണം. ക്രിസ്തുവിനെ ആരെന്നാണ് നമ്മൾ പറയുന്നത്? അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഈ യേശുവിനെ നമ്മൾ ആരെന്നാ പറയുന്നത്? കർത്താവ് തന്നെ ശിഷ്യന്മാരോടൊക്കെ ചോദിച്ചില്ലേ, ഞാൻ ആരാണെന്നാണ് മനുഷ്യർ പറയുന്നതെന്ന് ചോദിച്ചു. ചിലരും പ്രവാചകനാണെന്ന് പറയുന്നു, ചിലര് സ്നാപക യോഹന്നാൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റാണെന്ന് പറയുന്നു,
അങ്ങനെ പലതും പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ആരാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പത്രോസ് കൊടുത്ത ഉത്തരം നമുക്കറിയാമല്ലോ. പത്രോസ് എന്താ പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹയാകും. നീ ദൈവപുത്രൻ. ഞങ്ങൾക്കറിയാവുന്നു. നത്തനയേലിനെ ഫിലിപ്പോസ് യേശുവിന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ, നത്തനയേലിനോട് സംസാരിച്ചപ്പോൾ നത്തനയേലിന് മനസ്സിലായി ക്രിസ്തുവിന്റെ മുഖ തേജസ് കണ്ടപ്പോൾ നത്തനയേൽ പറഞ്ഞു, ഗുരു നീ ദൈവപുത്രൻ. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള ആ ഒരു സത്യം, അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ അർത്ഥം എന്താ? അത് ഓർക്കണം. നിങ്ങൾ സ്നാനപ്പെടുമ്പോഴും ആളുകൾ ചോദിക്കും, നിങ്ങൾ ഏറ്റുപെടുന്ന വിശ്വാസം അതാണ്, യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയണം. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്നാനപ്പെടുത്തുന്നത്. ഒരു ചരിത്രപുരുഷനാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഈ ചരിത്രപുരുഷൻ ദൈവപുത്രനാണ് എന്ന് പറയണം. ഇപ്പൊ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മൾ ആളുകൾ സാധാരണ പുത്രൻ പുത്രി എന്നൊക്കെ പറയുമ്പോൾ ഒരു മനുഷ്യൻ കല്യാണം കഴിച്ച് മക്കൾ ജനിച്ചു വളരുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. ആ അർത്ഥത്തിലല്ല യേശു ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് യേശു ക്രിസ്തു മറിയയുടെ പുത്രൻ എന്ന് പറയാം. അതല്ല നമ്മൾ ഏറ്റു പറയുന്നത്, ദൈവപുത്രൻ. അപ്പൊ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമുക്കറിയാം, പുത്രൻ എന്നുള്ള വാക്കിന് പല പ്രയോഗങ്ങളുണ്ട്. ഇപ്പം മഹാത്മാഗാന്ധിയെ പറ്റി പറയും, ഭാരതത്തിന്റെ മഹാനായ പുത്രൻ എന്ന് പറഞ്ഞാൽ ഭാരതം കല്യാണം കഴിച്ചിട്ട് മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നൊന്നും അല്ലല്ലോ അതിന്റെ അർത്ഥം. അതൊരു സംജ്ഞയാണ്. ഒരു മനുഷ്യന് ഭാരതത്തോടുള്ള അഭേദ്യമായ ബന്ധം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പുത്രൻ എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ തന്നെ തിമോത്തിയോസിനെ പ്രിയപുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട്, നിജപുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പം പൗലോസിന്റെ മകനല്ല, ജഡപ്രകാരം മകനല്ല, പക്ഷെ ആ ബന്ധം സൂചിപ്പിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവ ഇസ്രായേലിനെ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയുന്നതും ഒരു ആ വിവാഹ ബന്ധത്തെ പറ്റി പറയുന്ന ഒരു കാര്യമല്ല, ഒരു പ്രത്യേക ബന്ധം. അപ്പൊ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? പിതാവായ ദൈവവും ഈ യേശു ക്രിസ്തുവും തമ്മിലുള്ള പ്രത്യേകമായ ഒരു ബന്ധത്തെ സൂചിപ്പിക്കാനാണ്. നമുക്കറിയാം, നമ്മൾ ദൈവമാര് എന്ന് ചോദിച്ചാൽ നമുക്ക് ദൈവത്തെ പറ്റി ബൈബിളിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഉപദേശം എന്താണ്? എത്ര ദൈവം ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഒരു ദൈവമേ ഉള്ളൂ, പല ദൈവങ്ങളില്ല. എന്നാൽ ഈ ഒരു ദൈവത്തിൽ എത്ര ആളത്വങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാലോ എല്ലാവരും പറയും 3 ആളത്വങ്ങൾ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആരാണ് ഈ 3 വ്യക്തികൾ? ആരാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുള്ള ത്രിയേക ദൈവം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ബൈബിൾ ഇപ്പൊ നമുക്ക് വിശദമായി പറയാൻ സമയമില്ലല്ലോ. അതാണ് നമ്മൾ വിശ്വസിക്കുന്ന അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ചതായിരിക്കുന്ന ബൈബിളിന്റെ അടിസ്ഥാന സത്യം, സയുക്തികമായ സത്യം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 ആളത്വങ്ങൾ ചേർന്ന നിത്യനായ ഏക ദൈവം. അപ്പൊ ആ ഒന്നാമത്തെ ആളത്വമായിരിക്കുന്ന ആ പിതാവും രണ്ടാമത്തെ ആളത്വവും തമ്മിലുള്ളതായിരിക്കുന്ന ആ ബന്ധമാണ് പുത്രത്വം എന്ന് പറയുന്നത്. ആ പിതാവിന്റെ പുത്രൻ എന്നാണ് ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്, ദൈവപുത്രൻ എന്ന് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം 3 ആളത്വങ്ങളുള്ള ഏക ദൈവമാണ്. ഒന്നാമത്തെ ആൾ പിതാവ്, രണ്ടാമത്തെ ആൾ പുത്രൻ, മൂന്നാമത്തെ ആൾ പരിശുദ്ധാത്മാവ്. ഇങ്ങനെ നമുക്ക് ബൈബിളിലെ ദൈവത്തെ മനസ്സിലാക്കാനായിട്ട്, നമുക്ക് വിശദീകരിക്കാനായിട്ട് കഴിയുള്ളൂ. ആ ബന്ധത്തിലാണ് പറഞ്ഞത് യേശു ക്രിസ്തു ദൈവപുത്രനാണ്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തു സാക്ഷാൽ ദൈവമായിരുന്നവൻ, ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആളത്വമായി എന്നേക്കും നിലനിന്നിരുന്ന ആ ദൈവമായിരുന്ന ആ പുത്രൻ തമ്പുരാനാണ് ഒരു മനുഷ്യനായി ജഡം ധരിച്ച്, കന്യാമറിയമെന്ന് ജഡം ധരിച്ച് ഈ താഴ്ന്ന ഭൂമിയിൽ നമ്മുടെ ഇടയിൽ ഒരു മനുഷ്യനെ പോലെ, ഒരു ബലഹീന മനുഷ്യനായി ജീവിച്ചത്. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോസ്തലന്മാർ പറഞ്ഞതാണ്, ഗുരു നീ ദൈവപുത്രൻ. തോമസ് അപ്പോസ്തലൻ കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം കർത്താവിനെ കണ്ട് ആ വിലാവിൽ ആണിപ്പാട് കാണുകയും ഒക്കെ ചെയ്ത് കർത്താവ് അംഗീകരിച്ചപ്പോൾ തോമസ് പറയാണ്, എന്റെ കർത്താവും എന്റെ ദൈവവും ആയുള്ളവേ എന്നാണ് യേശുവിനെ വിളിച്ചത്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്നാ വിളിച്ചത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു എന്നാ പറഞ്ഞു.
നമ്മുടെ കർത്താവ് മഹാദൈവമാണ് എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ സകല സമ്പൂർണതയും അവന് ദേഹരൂപത്തിൽ വസിക്കുന്നു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ അവിടുന്ന് ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആളത്വം കന്യാമറിയിൽ നിന്ന് ജഡം ധരിച്ച് ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ നടന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതാണ് അപ്പസ്തലന്മാർ നമ്മളോട് പറഞ്ഞത്. അവനെ ആരാധിക്കാം, അവനെ നമസ്കരിക്കാം, അവനെ പൂജിക്കാം. കാരണം അവൻ ദൈവപുത്രനാണ്, അവൻ ദൈവമാണ്. അപ്പൊ ഈ യേശുവിനെ ദൈവമായി കാണുവാൻ, ദൈവപുത്രനായി കാണുവാൻ നമുക്ക് കഴിയണം. അത് ആ മഹത്വം കണ്ടിട്ടുണ്ടോ എന്നാണ് ഫിലിപ്പോസ് എത്യോപ്യക്കാരനായ മനുഷ്യനോട് ചോദിക്കുന്നത്. യേശുവിനെ നീ ആരാണെന്നാ വിചാരിക്കുന്നത്? അപ്പോസ്തലന്മാരുടെ കർത്താവ് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നീ ദൈവപുത്രൻ. കർത്താവിന്റെ ജനനം, നിസ്തുല്യമായ ജനനം, കർത്താവിന്റെ ജീവിതം, അത്ഭുതകരമായ ജീവിതം, കർത്താവിന്റെ വലിയ ഉപദേശങ്ങൾ, കർത്താവിന്റെ പ്രവൃത്തികൾ, കർത്താവിന്റെ മരണം, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എല്ലാം ഒരു കാര്യമാണ് തെളിയിച്ചത്. എന്താ തെളിയിച്ചതെന്നറിയുമോ? യേശുക്രിസ്തു അസാധാരണനായ മനുഷ്യനാണ്. അതുപോലെ ഒരാള് ഈ പ്രപഞ്ചത്തിൽ, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. കാരണം അവിടുന്ന് ദൈവപുത്രനാണ്. ദൈവത്തിന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടവനാണ് അവിടുന്ന്. കർത്താവ് ദൈവപിതാവ് പറയുന്നില്ലേ, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഏകജാതൻ എന്നാ പറഞ്ഞത്. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം. അപ്പൊ നമ്മുടെ ഒരു ചോദ്യം, സ്നാനപ്പെടാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, കർത്താവ് തന്നെ ചോദിച്ച ചോദ്യം ഇതാണ്: ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന്റെ ഉത്തരം എന്താ? അന്ന് ദൈവത്തിന്റെ പുത്രൻ. ബൈബിളിൽ പറഞ്ഞത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പറയും, ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആളത്വമായ അവിടുന്ന് ഒരു മനുഷ്യനായി ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ താഴ്ന്ന ഭൂമിയിൽ ഒരു മനുഷ്യനായി അവതരിച്ചു. അങ്ങ് ദൈവപുത്രനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പറയാം. ഈ വിശ്വാസമാണ് നമ്മളെ സ്നാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഈ യേശു എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. എന്താണ് അവിടുന്ന് ലോകത്തിൽ നമുക്ക് വേണ്ടി ചെയ്തത്? ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ ആ വാക്കിനെ സുവിശേഷത്തിന്റെ ഒരു സംഗ്രഹമായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന സുവിശേഷ സന്ദേശത്തിന്റെ ചുരുക്കമായിട്ടാണ് പറയുന്നത്. 15-ന്റെ 1, 2, 3 വാക്യങ്ങളാണ്, 4 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് ഓർപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് സുവിശേഷം പറഞ്ഞത് ഇന്ന വിധമാണ്. അതേതാ വിധം? 3-ാം വാക്യം, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. എന്താണ് സുവിശേഷം? എന്താ സുവിശേഷം? യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അതാണ് സുവിശേഷം. കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരവും അതാണ്. ഒന്ന്, അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് കാൽവരിയിലെ ക്രൂശിൽ ഒരു യാഗമായിട്ട് മരിച്ചു. ഇത് വിശ്വസിക്കുന്നവരായിരിക്കണം നമ്മൾ, എങ്കിലേ നമ്മൾ കർത്താവിനെ ശരിയായി വിശ്വസിക്കുന്നുള്ളൂ. കർത്താവിന്റെ മരണം മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമായ മരണമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പാപത്തിന്റെ ശമ്പളമാണ് മരണം. ഏത് വാക്യത്തിലാ എഴുതിയിരിക്കുന്നത്? റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ എടുത്ത് പറയുകയാണ്, പാപത്തിന്റെ വേതനം മരണമത്രേ. പാപം ചെയ്താൽ മരണം. എന്നാൽ നമ്മുടെ കർത്താവ് ഒരു പാപവും ചെയ്തിട്ടില്ല. നമുക്കറിയാം, ലോകത്ത് ജനിച്ചിട്ടുള്ള മനുഷ്യരിൽ പാപം ചെയ്യാത്തവനായിട്ട് ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ഒരേ ഒരു വ്യക്തി, അത് നമ്മുടെ കർത്താവ് മാത്രം. പാപത്തിന്റെ ശമ്പളമാണ് മരണം. എന്നാൽ യേശുക്രിസ്തു പാപം ചെയ്തിട്ടില്ല. അപ്പോസ്തലന്മാരൊക്കെ മാറി മാറി എഴുതിയിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതി, 21-ാം വാക്യത്തിൽ, പാപമില്ലാത്തവനെ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് പാപമാക്കിയെന്നാണ്. പാപം അറിയാത്തവൻ.
പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിലെ 2-ാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതി, ഒന്ന് പത്രോസിൽ ഇങ്ങനെ എഴുതി, അവൻ പാപം ചെയ്തിട്ടില്ല. യേശുക്രിസ്തു പാപം ചെയ്തിട്ടില്ല, ഒരു പാപം ചെയ്യാത്തവൻ. യോഹന്നാൻ അപ്പോസ്തലൻ അവിടുത്തെ അപ്പോസ്തലന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, അവനിൽ പാപം ഇല്ല, പാപരഹിതൻ. പിന്നെ എന്തിനാണ് ഒരു ക്രൂശിൽ ഒരു മരണവേദന അനുഭവിച്ച് മരിച്ചത്? അതിന്റെ ഉത്തരം നമുക്കറിയാം. എന്താണ് അതിന്റെ ഉത്തരം? പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്ന ഒരു വാക്യം വായിച്ചാൽ, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിലേക്ക് പോയത് ഏത് ഭാരം വഹിച്ചുകൊണ്ടാണ് പോയത്? നമ്മുടെ എല്ലാവരുടെയും അകൃത്യം. യെശയ്യാ പ്രവചനം 53 നമ്മൾ വായിച്ചു കേൾക്കുന്നത് പോലെ, ആ ദൈവം പിതാവ് നമ്മുടെ എല്ലാവരുടെയും പാപം, ആ പാപത്തിന്റെ ഭാണ്ഡം, നമ്മളൊക്കെ ചെയ്ത പാപങ്ങളല്ലേ, അസൂയയും വഞ്ചനയും നുണയും കാപട്യവും ദുഷ്ചിന്തകളും ദുർമോഹവും അസാൻമാർഗികതയും കോപവും ക്രോധവും ദേഷ്യവും, അങ്ങനെ തിന്മയെല്ലാം എടുത്ത് അതിന്റെ ശിക്ഷ മുഴുവൻ, എല്ലാ തിന്മയും എഴുതി വെച്ചിട്ട് അതിന്റെ ശിക്ഷ മുഴുവനും കൂട്ടിവെച്ചാൽ ദാരുണമായൊരു മരണം, പാപത്തിന്റെ വേദനം മരണം അത്രേ. ഞാനായിരുന്നു മരിക്കേണ്ടിയിരുന്നത്, നിങ്ങളായിരുന്നു മരിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരക്കാരനായിട്ട് പാപമില്ലാത്ത ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്ന് നമ്മുടെ പാപഭാരം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ ശിക്ഷ അവൻ ഏറ്റെടുക്കുകയാണ്. നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ കർത്താവ് പകരക്കാരനായിട്ട് ഏറ്റെടുത്തു. അതിനാണ് കർത്താവ് മരിച്ചത്. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. പൗലോസ് അപ്പോസ്തലൻ എഴുതി, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തു. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി. നിങ്ങൾക്കും അത് പറയാൻ കഴിയും, എനിക്കും പറയാൻ കഴിയും. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ദൈവത്തിന്റെ ന്യായ കോടതിയുടെ മുമ്പിൽ മരണത്തിനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. യേശു ക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടി, എന്റെ പാപത്തിന്റെ ശിക്ഷയായിട്ട് അവിടുന്ന് മരിച്ചു. എനിക്ക് പാപക്ഷമ തരാൻ അവിടുന്ന് മരിച്ചു. രണ്ടാമത്തെ കാര്യം, ഈ ക്രിസ്തു യേശു മരണത്തോടെ അവസാനിച്ചു പോയില്ല, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നമ്മളിന്ന് വിശ്വസിക്കുന്ന ഈ ക്രിസ്തു എന്നോ മരിച്ചുപോയ ഒരാളല്ല. വിശ്വസിക്കുന്ന ക്രിസ്തു എന്നെക്കാളും നിങ്ങളെക്കാളും യഥാർത്ഥമായി നമ്മുടെ അടുക്കൽ ഇപ്പോഴും തേജസ്സോടെ ഇരിക്കുന്നവനായ ഒരു കർത്താവാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളുകളും നിങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ അടുക്കലുണ്ട്, എല്ലായിടത്തുമുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളുകളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. മരിച്ചവനല്ലിട്ടല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ. യേശു ക്രിസ്തു വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞില്ലേ, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ ജീവിച്ചിരിക്കുന്നു. അതാണ് പുനരുത്ഥാനം. മരിച്ചവനായിരുന്നു, മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റ് അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനായി. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 40 ദിവസം ഈ യേശു ക്രിസ്തു അപ്പോസ്തലന്മാർക്ക് പല അവസരത്തിൽ പല രീതിയിൽ പ്രത്യക്ഷനായി, അവരോട് കൂടെ നടന്നു, താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചു കൊടുത്തു. ദൈവരാജ്യത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിട്ട് അവൻ എല്ലായിടത്തും സന്നിഹിതനാകുമാറ് സ്വർഗസ്ഥനായി. കർത്താവ് എല്ലായിടത്തും ഉണ്ട്, ജീവിച്ചിരിക്കുന്ന കർത്താവാണ്. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ നീതീകരണത്തിന് വേണ്ടി ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കർത്താവിനെ പറ്റി എന്താ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ, കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് ജീവനുള്ള കർത്താവാണ്, ജീവിച്ചിരിക്കുന്ന കർത്താവാണ്. ആ സത്യം നമ്മൾ ഹൃദയത്തിൽ മുറുകെ പിടിക്കുകയും നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വെക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ സ്നാനപ്പെടുന്നതിനർത്ഥം. കാരണം ജീവിക്കുന്ന ഒരു കർത്താവിനോടുള്ള ഐക്യമാണ് നമ്മൾ സ്നാനത്തിലൂടെ പ്രഖ്യാപിക്കുന്നതെന്ന് ഓർക്കണം. ഒരു കാര്യം കൂടി ഞാൻ സംബന്ധിച്ച് പറയാം. എന്താണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് പറയുമ്പോൾ, വിശ്വാസം എന്ന വാക്കിൽ കാര്യങ്ങളെ അറിഞ്ഞാലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ആ വാക്ക് കൃത്യം നോക്കിയാൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു 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 ആശ്രയത്വമാണ്, ഒരു സമർപ്പണമാണ്. ഒരാള് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് അറിയുകയും അവൻ എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് ഉറപ്പും കിട്ടിയാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ യേശുവിന്റെ അടുക്കലേക്ക് താഴ്മയോടെ ചെന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്
അവനെ നമ്മുടെ രക്ഷിതാവും നമ്മുടെ കർത്താവുമായിട്ട് സ്വീകരിക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. യേശുവെ, ഞാനൊരു പാപിയാണ് എന്ന് സമ്മതിച്ച് കാൽവരി ക്രൂശിൽ അങ്ങ് മരിച്ചത് എന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ടാണെന്ന് സമ്മതിച്ച് അംഗീകരിച്ച് അങ്ങ് ജീവിക്കുന്നു, അങ്ങയെ ഞാൻ എന്റെ കർത്താവായിട്ട് ഇന്നു മുതൽ സ്വീകരിക്കുന്നു എന്നവൻ പറയണം. വിശ്വാസം ഒരു ആശ്രയമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ജീവിതത്തിൽ ഏത് നിമിഷത്തിലാണ് ഈ ആശ്രയം നിങ്ങൾ യേശുവിൽ വെച്ചത്? എന്നാണ് ക്രിസ്തുവിനോട് നിങ്ങൾ പറഞ്ഞത്, കർത്താവെ, ഞാനൊരു പാപിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, യേശുവെ, അങ്ങാണ് ഇന്നു മുതൽ എന്റെ കർത്താവ്, എന്നെ നീ ഉപേക്ഷിക്കരുത്, ഞാൻ നിന്റെ ആളാണ് എന്ന് നിങ്ങൾ ഈ യേശുവിനോട് പറഞ്ഞ ദിവസം എന്നാണ്? എന്നെങ്കിലും ഒരു ദിവസം കാണും, ഏതെങ്കിലും ഒരു നിമിഷം കാണും. നിങ്ങളുടെ ഹൃദയം ഈ സത്യം കൊണ്ട് നിങ്ങളെ സ്വാധീനിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം, അതിന്റെ കൺട്രോള്, അതിന്റെ ആ ഉടമസ്ഥത യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തൊരു ദിവസം കാണും. അതാണ് വിശ്വാസത്തിന്റെ ഏറ്റവും വ്യക്തമായിരിക്കുന്ന പ്രകടനം. കർത്താവിനെ ഞാൻ ആശ്രയിക്കുന്നു. ആ വിശ്വാസത്തിന്റെ പ്രാർത്ഥന നിങ്ങൾ എന്നാ ചൊല്ലിയത്? ഒരു പരിശോധന നടത്തണം. സ്നാനപ്പെടാനായിട്ട് വരുമ്പോൾ ആ വിശ്വാസത്തിന്റെ ആശ്രയത്തെ നിങ്ങൾ ക്രിസ്തുവിൽ വെച്ചിട്ടുണ്ടോ? യേശുവെ, അവിടുന്ന് ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയെ ഞാൻ എന്റെ കർത്താവായി സ്വീകരിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായത്തിലെ ഒരു വാക്യം കൂടെ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. റോമാലേഖനം 10-ാം അധ്യായത്തിൽ അതിന്റെ 9-ാമത്തെ വാക്യം, ആ വാക്യം നിങ്ങൾ വ്യത്യസ്തമാക്കേണ്ട ഒരു വാക്യമാണ്. 10:9. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും, യേശു കർത്താവാണ്, ലജ്ജിക്കാതെ ധൈര്യപൂർവം യേശുവാണ് കർത്താവ്, യേശു കർത്താവാണ്, എന്റെ കർത്താവാണ്, സർവത്തിന്റെയും കർത്താവാണ് എന്ന് പറയാനുള്ള ആ ധൈര്യം. വായ്കൊണ്ട് ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ശബ്ദത്തിലാ പറയുന്നല്ലേ, ഹൃദയത്തിൽ ഏറ്റുപറയാന്നല്ലോ, വായ്കൊണ്ട് ഏറ്റുപറയാന്നാണ്. ലോകത്തിൽ എവിടെയും ഏത് സാഹചര്യത്തിലും വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞേ. നമ്മുടെ ജീവിതവും പ്രവൃത്തികളും എല്ലാം ഈ സത്യത്തിന്റെ ഒരു അംഗീകാരണമായിരിക്കണം. യേശു ക്രിസ്തു എന്റെ കർത്താവാണ് എന്ന് പറയാനായിട്ട്. ഇപ്പൊ ചില ആളുകളൊക്കെ നമ്മൾ പോലും, ചില വിശ്വാസികൾ പോലും ലജ്ജിക്കുന്നത് കാണാം. എന്നാൽ അപ്പോസ്തലൻ പറയുന്നു, രക്ഷിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവാണ് എന്ന് ഏറ്റു പറയുന്നതാണ്. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ ചില പ്രസംഗങ്ങൾ കേൾക്കും. ലോകത്തിലെ പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ, വിശ്വാസികളായ ചില ശാസ്ത്രജ്ഞന്മാരുടെ ഒക്കെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടു. ഞാൻ വളരെ പ്രസിദ്ധനായ, ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു നാനോ ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജെയിംസ് ടൂവർ. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു. ആ പ്രസംഗം അദ്ദേഹം ഇതൊക്കെ പ്രസംഗം പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ഏതാ ഓഡിയൻസ് എന്ന് അറിഞ്ഞുകൂടാ, വിശ്വാസികൾ അവിശ്വാസികളും ഒക്കെ ഉള്ള ഓഡിയൻസ് ആയിരിക്കും. മുട്ടുകുത്തിയിട്ട് യേശു ക്രിസ്തുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതുപോലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രസിദ്ധനായിരിക്കുന്ന ജോൺ ലെനോക്സ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനോട്, ഗണിത ശാസ്ത്രകാരനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഞാൻ കേൾക്കും. ആ പ്രസംഗത്തിലൊക്കെ ആരോട് എവിടെ റിച്ചർഡ് ഡോക്കിൻസിനോടോ ഏത് നിരീശ്വരവാദിയോടോ എവിടെ ആരോട് ഡിബേറ്റ് ചെയ്താലും തർക്കിച്ചാലും ആ കൂട്ടത്തിൽ ഞാൻ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, അവൻ എന്റെ കർത്താവാണ് എന്ന്. യേശുവിനെ കർത്താവ് എന്ന് പറയാം. ഈ ലോകത്തിൽ ആരെ നമ്മൾ ഏറ്റുപറയും? നീതിമാനായിരിക്കുന്ന, അതിശ്രേഷ്ഠനായിരിക്കുന്ന, സർവത്തിലും മികച്ചവനായിരിക്കുന്ന ഈ ക്രിസ്തുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുക. അത് ദൈവകൃപയുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയാം. അത് പറയണമെങ്കിൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചുവെന്നും അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണെന്ന് ബോധ്യമില്ലെങ്കിൽ അത് പറയാൻ കഴിയുകയില്ല. അതാണ് രക്ഷിക്കപ്പെടുന്നതിന്റെ ആധാരം എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. എന്താ നമ്മൾ വിശ്വസിക്കുന്നത്? ഒന്ന്, യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. സ്നാനപ്പെടേണ്ടത് യേശുവിൽ വിശ്വസിക്കുന്നവരല്ലേ, അല്ലാത്തവരൊന്നും സ്നാനപ്പെടേണ്ട ആവശ്യമില്ല, സ്നാനപ്പെടുത്ത കാര്യമില്ല.
എന്നാൽ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് സ്നാനപ്പെടാതിരിക്കാൻ കഴിയില്ല. ആരാണ് യേശു വിശ്വസിക്കുന്നത്? യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്നു. അതായത് അവിടുന്ന് ദൈവം മനുഷ്യനായി നമ്മുടെ ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തതാണ്. അതാണ് വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവമായിരുന്ന ആ വചനം ജഡം ധരിച്ച് മനുഷ്യത്വം തന്നോട് കൂട്ടിച്ചേർത്ത് നമ്മുടെ ഇടയിൽ വസിച്ചു. അത് വിശ്വസിക്കണം. യേശു ദൈവപുത്രനാണ്. മാത്രമല്ല യേശു ക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് ഞാൻ ചെയ്ത പ്രായശ്ചിത്ത യാഗമായിട്ടാണ് മരിച്ചത് എന്ന് വിശ്വസിക്കണം. നമ്മുടെ പാപങ്ങളെ മുഴുവൻ കഴുകിക്കളയാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. വിശ്വസിച്ച നിമിഷം കർത്താവ് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞു. കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് കർത്താവ് പറഞ്ഞില്ലേ, നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിൽ കിടന്ന കള്ളൻ ദുഷ്പ്രവർത്തിക്കാരനായിരുന്നില്ലേ, നീ എന്നോടുകൂടെ പരദേശിലിരിക്കുന്നു. അവന്റെ പാപങ്ങൾ എവിടെ പോയി? പുത്രന്റെ രക്തം കൊണ്ട് കഴുകി. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ മനസാക്ഷിയുടെ മലിനത മുഴുവൻ, അതിന്റെ കളങ്കങ്ങൾ മുഴുവൻ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകപ്പെട്ടവരാണ് നമ്മളെന്ന് ഓർക്കണം. ലോകപ്രകാരം നമ്മൾ ബലഹീനരും പാപികളും കുറവുള്ളവരുമാണ്. പക്ഷെ ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണരായിരിക്കുന്നു. അവൻ നമ്മെ കഴുകി. കർത്താവ് പറഞ്ഞില്ല, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പത്രോസ് പറഞ്ഞ വാക്കറിയോ, എന്നാൽ എന്റെ കാല് മാത്രമല്ല കർത്താവ് എന്നെ മുഴുവൻ കഴുകണമേ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, കുളിച്ചിരിക്കുന്നവന്റെ കാല് കഴുകാൻ. കഴുകപ്പെട്ടവരാണ്, ശുദ്ധീകരണം പ്രാപിച്ചവരാണ് നമ്മൾ അവന്റെ രക്തം കൊണ്ട്. മാത്രമല്ല നമ്മളെ ശുദ്ധീകരിച്ചവനായിരിക്കുന്ന കർത്താവ് ഒരു മരിച്ച് മൺമറഞ്ഞ കർത്താവല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരു കർത്താവാണ്. അവനെ വിശ്വസിക്കുന്നത്. മാത്രമല്ല അവന്റെ അടുക്കലാണ് നമ്മൾ ചെന്നിട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവനെ നമ്മൾ കർത്താവായിട്ട് അംഗീകരിച്ചവരാണ്. യേശുവാണ് കർത്താവ്, മനുഷ്യരല്ല, മാതാപിതാക്കളല്ല, ലോക നേതാക്കന്മാരല്ല നമ്മുടെ കർത്താവ്. യേശുവിനെ കർത്താവെന്ന് അപ്പസ്തലൻ പ്രസംഗിച്ച സമയത്ത് ലോകം റോമാ സാമ്രാജ്യം പ്രസംഗിച്ചതെന്നറിയോ? സീസർ കർത്താവാണെന്ന് അവർ പ്രസംഗിച്ചത്. സീസർ ഈസ് ലോർഡ് എന്നായിരുന്നു അവരുടെ വാക്ക്. സീസർ ദൈവപുത്രനാണെന്നും സീസറാണ് എല്ലാം എന്ന് പറഞ്ഞു കേട്ട് കാൽവരി ക്രൂശിൽ സീസർ ക്രൂശിച്ചു വന്നവനായിരിക്കുന്ന ക്രിസ്തുവാണ് കർത്താവ് എന്ന് ലോകത്തിന്റെ റോമാ സാമ്രാജ്യ നാനാഭാഗത്തു നിന്ന് അവർ പ്രസംഗിച്ചു. അവസാനം സീസർ അവിടെ പോയി. നമുക്കറിയാം യേശു ക്രിസ്തു കർത്താവ്. സ്വർഗത്തിലും ഭൂമിയിലും അധോലോകത്തിലുള്ള സകലരുടെയും മുഴങ്കാലുകളൊക്കെ മടങ്ങി യേശു കർത്താവ് എന്ന് പറയുന്ന ഒരു നാൾ വരുമെന്ന് നമുക്കറിയാം. നമുക്ക് ഇന്നേ അംഗീകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഈ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ആ കൃപാദാനമാണ് രക്ഷ എന്ന് നമ്മൾ ചുരുക്കത്തിൽ പറയുന്നത്. രക്ഷിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? യേശു ക്രിസ്തുവിനെ ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് അവന്റെ മരണപുനരുത്ഥാനങ്ങൾ നമുക്ക് വേണ്ടി എന്ന് അംഗീകരിച്ച് അവനെ കർത്താവായിട്ട് അംഗീകരിക്കുന്നവർക്ക് കർത്താവ് ഒരു ദാനം കൊടുക്കും. ഏതാണ് ആ ദാനം? രക്ഷ. കർത്താവ് തരും. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? പാപം ക്ഷമിച്ചു തന്നു എന്നുള്ള ഉറപ്പാണ്, ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ഉറപ്പാണ്, പരിശുദ്ധാത്മാവിനെ തന്നു എന്നുള്ള ഉറപ്പാണ്, നിത്യജീവൻ ഉണ്ടെന്നുള്ള ഉറപ്പാണ്, ഒരു പുതിയ ജീവിതത്തിന്റെ ഉടമസ്ഥന്മാരാണ് എന്ന ഉറപ്പാണ്. അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ എന്റെ ഒരു ചോദ്യം നിങ്ങളോടെല്ലാവരോടും ഉള്ളത്, സ്നാനപ്പെടാനായിട്ട് തയ്യാറാകുമ്പോൾ ഈ രക്ഷയുടെ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? അതിന്റെ അർത്ഥം കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടോ? അവന്റെ മരണം നിങ്ങളുടെ പാപത്തിന്റെ പ്രായശ്ചിത്ത യാഗമായിട്ടാണെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടോ? അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അവനെ നിങ്ങളുടെ ജീവിതത്തിന് കർത്താവായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവവചനം നൽകുന്ന ഉറപ്പാണ്, നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ മുദ്രയിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നിത്യജീവനുണ്ട്, മരണത്തിന് അപ്പുറത്തേക്ക് അനശ്വരമായ ജീവനുണ്ട്, നിങ്ങളൊരു പുതിയ ജീവിതത്തിന്റെ ഉടമസ്ഥ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഇതാണ് ദൈവവചനം. കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെടാനായിട്ട് നമുക്ക് കൽപ്പിച്ചിട്ടുണ്ട്. ആരാണ് സ്നാനപ്പെടുന്നത്? അതുകൊണ്ട് നമ്മൾ സ്നാനപ്പെടാൻ തയ്യാറായി. പക്ഷെ ആരാണ് സ്നാനപ്പെടേണ്ടതെന്ന് ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. ആരാ സ്നാനപ്പെടേണ്ടത്? യേശുവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടത്. എന്താണ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? യേശു ക്രിസ്തു ദൈവത്തിനാണെന്ന് വിശ്വസിക്കാം. യേശു ക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തയാഗമായിട്ടാണെന്ന് വിശ്വസിക്കാം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കാം. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ യേശുവിനെ ജീവിതത്തിന്റെ നായകനും
കർത്താവുമായി അംഗീകരിക്കണം. അതാണ് വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന സൗജന്യ ദാനമാണ് രക്ഷ. വിശ്വാസം മൂലം, കൃപയാലല്ലോ വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. സൗജന്യ ദാനം. യേശുവിന്റെ അടുക്കിലേക്ക് വന്ന് കർത്താവെ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർക്ക് ദൈവം കൊടുക്കുന്ന സൗജന്യ ദാനമാണ് രക്ഷ, ആത്മരക്ഷ. രക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപം ക്ഷമിച്ചു തന്നു, നമ്മളെ ദൈവമക്കളാക്കി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് മുദ്രയിട്ടു, നമുക്ക് നിത്യജീവന്റെ ഉറപ്പ് തന്നു, നമ്മളെ പുതിയ മനുഷ്യരാക്കി ദൈവം തീർത്തു. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം അതാണ്. ഈ രക്ഷയുടെ ഉറപ്പും വചനം തരുന്ന നിർണയവും നിങ്ങൾ പ്രാപിച്ചവരാണ്. പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് അതിനുള്ള സമയമാണെന്നുള്ളത് ഓർക്കണം. താമസിച്ചു പോയിട്ടില്ലായിരിക്കും. ഇന്ന് നമ്മൾ മുമ്പിൽ ഉണ്ടല്ലോ രക്ഷാ ദിവസം. കർത്താവിനെ ജീവിതത്തിൽ രക്ഷിതാവായി താഴ്മയോടെ അവനെ അംഗീകരിച്ച് രക്ഷയുടെ ഉറപ്പും നിർണയവും പ്രാപിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് മുൻപ് ഈ രക്ഷയുടെ ഉറപ്പ് പ്രാപിച്ചവരാണെങ്കിൽ സ്നാനത്തിന് വേണ്ടിയുള്ള ഒരുക്കം എന്ന നിലയിൽ ഒരു പുനർവിചിന്തനത്തിനും ഒരു ഉറപ്പിക്കലിനുമായിട്ട് ഈ ക്ലാസ്സിൽ നിങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് നന്ദി പറയണം. ദൈവമേ, എങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, എന്നെ രക്ഷിച്ചു തന്ന നന്ദി എന്ന് കർത്താവിനോട് പറയാം. രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ ഇന്ന് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഹൃദയത്തിൽ ഇരിക്കട്ടെ. കർത്താവ് നമുക്ക് നൽകിയ ഈ മഹത്തായ രക്ഷ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. സ്നാനത്തിനായിട്ട് ഒരുങ്ങുന്നവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.